ഇപ്പോഴാണ് ഇതിൻ്റെ മനുഷ്യക്കോലം വെച്ചതെന്ന് പറയാം. നമസ്കാരം, എല്ലാവർക്കും റൂം ഹെഡ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ള ഒരു വികാരമാണ്, നമ്മുടെ ഇന്ത്യക്കാരുടെ എല്ലാം ഒരേ ഒരു വികാരം, മഹീന്ദ്ര ഥാർ. വ്യക്തമായ ഒരു ലീനിയേജ് അവകാശപ്പെടാനാവുന്ന വാഹനങ്ങളിലൊന്നാണ് ഥാർ. ഥാറിൻ്റെ കഥ തുടങ്ങുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ജീപ്പ് വില്ലീസിൽ നിന്നാണ്, അല്ലെങ്കിൽ വില്ലീസ് ജീപ്പിൽ നിന്നാണ്. 2010 ഥാർ എന്ന പേരിൽ വാഹനം വിപണിയിറക്കിയതും അതുപോലെ തന്നെ 2015 ഥാറിനൊരു ഫേസ് ലിഫ്റ്റ് വന്നു. അതിനുശേഷം 2020 രണ്ടാം തലമുറ മഹീന്ദ്ര ഥാർ കമ്പനി പുറത്തിറക്കിയത്. ആ വാഹനമാണ് ഇന്നോടൊപ്പം ഉള്ളത്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മഹീന്ദ്ര ഥാറിൻ്റെ രണ്ടാം തലമുറയാണ്. അതായത് ഈ കഴിഞ്ഞ മാസം, ഓഗസ്റ്റ് 15 വെളിച്ചം കണ്ട, ഒക്ടോബർ 2 വില വന്ന രണ്ടാം തലമുറ ഥാറിനെയാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. രണ്ട് വ്യത്യസ്ത ട്രിം ലെവലുകളാണ് മഹീന്ദ്ര ഥാറിൻ്റെ രണ്ടാം തലമുറയ്ക്കുള്ളത്, AX-ഉം LX-ഉം. AX എന്നത് കുറച്ചുകൂടി അഡ്വഞ്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടി ഹാർഡ് കോർ ആയിട്ടുള്ളൊരു ഓഡിയൻസിന് അല്ലെങ്കിൽ ഒരു ബയേഴ്സിന് വേണ്ടിയുള്ളതാണ്. എന്നാൽ LX എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ യൂട്ടിലിറ്റി വെഹിക്കിളായിട്ട് ഈ വാഹനത്തെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ഇതിൽ AX വരുന്നത് കുറച്ചുകൂടി ഒരു ഹാർഡ് കോർ ആയിട്ടാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു സ്റ്റീൽ വീൽസ്, അതുപോലെ തന്നെ മാനുവൽ ഗിയർ ബോക്സ്, അതുപോലെ ഹാർഡ് ടോപ്പും ഫിക്സഡ് സോഫ്റ്റ് ടോപ്പുമാണ് ആ AX ട്രിമ്മിലുണ്ടാവുക. എന്നാൽ LX എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി റോഡ് ഗോയിങ് ആയിട്ടുള്ള, കുറച്ചുകൂടി സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ട്രിമ്മാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് വേണ്ട അവശ്യ കാര്യങ്ങളെല്ലാം, അതായത് ഇപ്പോൾ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, അല്ലെങ്കിൽ അലോയ് വീലുകൾ, അതും അല്ലെങ്കിൽ കൺവെർട്ടിബിൾ സോഫ്റ്റ് ടോപ്പ്, അല്ലെങ്കിൽ ഹാർഡ് ടോപ്പ്, അങ്ങനെയൊക്കെയുള്ള ഏറ്റവും ആധുനികമായ കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ട്രിമ്മാണ് LX. നമ്മുടെ ഒപ്പം നിന്നുള്ളത് LX ട്രിമ്മിൽപ്പെട്ട വാഹനമാണ്. ഡീസൽ എഞ്ചിനും മാനുവൽ ഗിയർ ബോക്സുമുള്ള LX ട്രിമ്മിൽപ്പെട്ട വാഹനമാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഥാർ എന്ന പേരിൽ നമ്മൾ കണ്ടു പഴകിയ വാഹനവുമായിട്ടുള്ള ഈ വാഹനത്തിൻ്റെ സാദൃശ്യം അല്ലെങ്കിൽ സാമ്യം ആ പേരിൽ ഒതുങ്ങുന്നെന്ന് പറയാം. കാരണം ഇതൊരു അങ്ങേയറ്റം പുതിയ അല്ലെങ്കിൽ തീർത്തും പുതിയൊരു വാഹനമാണെന്ന് പറയാം. അടിമുടി മാറിയിട്ടുള്ള ഒരു വാഹനമാണിത്. വീൽ ബേസിലും പ്ലാറ്റ്ഫോമിലടക്കം, ഈ ലാഡർ ഓൺ ഫ്രെയിം ഷാസിയാണ് ഇതിനുള്ളത്. എന്നാൽ അതിലടക്കം കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വീൽ ബേസ് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരേ ആക്സിലിൽ രണ്ട് വീലുകളുടെ ഇടയിലുള്ള ദൂരത്തെയാണ് നമ്മൾ ട്രാക്ക് എന്ന് പറയുന്നത്. ആ ട്രാക്കിൽ വരെ വർധനവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ നീളവും വീതിയും ഉയരവുമുള്ള ഒരു വാഹനമാണ് പുതിയ മഹീന്ദ്ര ഥാർ. 226 മില്ലിമീറ്ററോളമാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുപോലെ തന്നെ 42 ഡിഗ്രി അപ്രോച്ച് ആംഗിൾ, 37 ഡിഗ്രി ഡിപ്പാർച്ചർ ആംഗിൾ, അതുപോലെ തന്നെ 27 ഡിഗ്രി റാമ്പ് ഓവർ ആംഗിൾ. അങ്ങനെ ഓഫ് റോഡിന് വേണ്ട എല്ലാ കഴിവുകളും ഒത്തിണങ്ങിയ ഒരു വാഹനമാണ് പുതിയ ഥാർ എന്ന് പറയാം. അതുപോലെ തന്നെ 650 മില്ലിമീറ്ററോളം വാട്ടർ വെയ്ഡിങ് ഡെപ്തുമുണ്ട് ഈ വാഹനത്തിന്. അതായത് 650 മില്ലിമീറ്റർ ഉയരമുള്ള വെള്ളക്കെട്ടിലൂടെ വരെ ഇത് സുഖമായിട്ട് ഓടിച്ചുകൊണ്ട് പോകാം എന്നർത്ഥം. പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു പ്രമുഖ SUV-യോട് വളരെയധികം രൂപസാദൃശ്യങ്ങളുണ്ട് പുതിയ തലമുറ ഥാറിന്. എന്നാൽ ഇതൊരു അപവാദമായി അല്ലെങ്കിൽ ഒരു കോപ്പി അടിച്ചു എന്നുള്ളൊരു പരാതിയായി പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ലീനിയേജ് അങ്ങനെ തന്നെയാണ്. ജീപ്പ് എന്ന ബ്രാൻഡിൽ തന്നെയാണ് ഈ ഒരു ഥാറിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ വേരുകളുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഡിസൈൻ റീറ്റേൺ ചെയ്ത് പോന്നിരിക്കുന്നതും എന്ന് പറയാം. എന്തായാലും ഈ വാഹനത്തിനുള്ളത് ഒരു 7 സ്ലോട്ട് ഗ്രില്ലാണ്. 7 സ്ലോട്ടുകളുള്ളൊരു ഗ്രില്ലാണുള്ളത്. അത് ഒരുപക്ഷെ ഈ വാഹനത്തിൽ ആകെ ദോഷം പറയാവുന്ന ഘടകം അത് മാത്രമാകും. കാരണം ഈ വാഹനത്തിൽ അല്പം ഭംഗി കുറവായി നിൽക്കുന്നത് ആ ഒരു ഗ്രില്ലിന് മാത്രമാണ്. എന്തായാലും അതുകൊണ്ട് ഫാൻസ് ആരും വിഷമിക്കേണ്ട. കാരണം ഇഷ്ടംപോലെ ഗ്രിൽ ഡിസൈനുകൾ ഇനി ആഫ്റ്റർ മാർക്കറ്റ് ഫിറ്റ്മെൻറ്റ്സ് ആയിട്ട് മാർക്കറ്റിൽ എത്തും. അതുകൊണ്ട് തന്നെ ഗ്രില്ലിൻ്റെ കാര്യത്തിൽ വിഷമിക്കുകയേ വേണ്ട. പിന്നെ ബാക്കി പറയാവുന്ന ഒരു വലിയ ബമ്പർ കാണാം. അതുപോലെ തന്നെ ഒരു ഡേ ടൈം റണ്ണിങ് ലാമ്പും ഇൻഡിക്കേറ്ററും ഒരുമിച്ച് ഒരേ ഹൗസിങ്ങിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ ഫോഗ് ലാമ്പുകളുണ്ട്. പിന്നെ ഒരു വാഹനത്തെ ചുറ്റുന്ന രീതിയിൽ ആ ഒരു കറുപ്പ് ക്ലാഡിംഗ് ഉണ്ട്. അതൊക്കെ ശരിക്കും ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു SUV-യുടെ ക്യാരക്ടറിസ്റ്റിക്സ് സമ്മാനിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ലാച്ച് കണ്ടോ, ഇത് ശരിക്കും ആ ഒരു റെട്രോ ഫീല് കിട്ടാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. ശരിക്കും അകത്തുകൂടി ബോണറ്റ് ഓപ്പൺ ചെയ്താലേ ഇത് ബോണറ്റ് ഓപ്പൺ ആവുള്ളൂ. ഇത് ആ ഒരു റെട്രോ ഫീലിന് വേണ്ടി മാത്രം നൽകിയിരിക്കുന്നതാണ്. എന്തായാലും ഒരു ക്ലാസി ഫീല് കിട്ടുന്നുണ്ടെന്ന് തന്നെ പറയാം അതിൽ നിന്ന്.
ഇനി സൈഡിലേക്ക് വരുമ്പോൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു സൈഡ് വ്യൂ ആണ് ഈ വാഹനത്തിനുള്ളത്. ഥാറിൻ്റെ നമ്മൾ കണ്ടുപരിചയിച്ച സൈഡ് വ്യൂവിനോട് അടുത്ത് നിൽക്കുന്ന ഡിസൈൻ തന്നെയാണ് ഈ പുതിയ 2ാം തലമുറയ്ക്കുള്ളത്. എന്നാൽ വലിപ്പം കൂടുതലുണ്ട്, അത് വ്യക്തമായി തന്നെ അറിയുന്നുമുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യങ്ങൾ ഈ ഒരു ഹാർഡ് ടോപ്പും അതുപോലെ തന്നെ C8ൻ്റെ ടയേഴ്സ് ഇട്ട വലിയ 18 ഇഞ്ച് അലോയ് വീലുകളുമാണ്. ഇതൊരു ഓൾട്ടർനേറ്റ് ടയേഴ്സാണ് ഇതിലിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഹാർഡ് ടോപ്പിൻ്റെ കാര്യം പറയുമ്പോൾ ആദ്യമായാണ് കമ്പനി ഫാക്ടറി ഫിറ്റഡ് ആയിട്ടുള്ളൊരു ഹാർഡ് ടോപ്പ് ഥാറിൽ ഓഫർ ചെയ്യുന്നത്. ഇതെനിക്ക് തോന്നുന്നു ഹാർഡ് ടോപ്പ് മുൻപുണ്ടായിരുന്ന സോഫ്റ്റ് ടോപ്പ് ആയിരുന്നു. അപ്പോൾ ഈ ഹാർഡ് ടോപ്പിനുള്ള ഡിമാൻഡ് പല ഓണേഴ്സിൽ നിന്നും അറിഞ്ഞുകൊണ്ടാവണം ഇങ്ങനെ ഫാക്ടറി ഫിറ്റ് ആയിട്ടുള്ള ഹാർഡ് ടോപ്പ് കൊണ്ടുവന്നിരുന്നത്. സോഫ്റ്റ് ടോപ്പിന് അതിൻ്റേതായ കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ടെന്ന് നമുക്ക് അറിയാവുന്നതാണല്ലോ. അപ്പോൾ അതൊക്കെയാണ് സൈഡിനെ കുറിച്ച് പറയാവുന്നത്. ഇനി നമുക്ക് ബാക്കിലേക്ക് പോകാം. പിന്നെ വേറൊരു കാര്യമുള്ളത്, അത് അപ്പുറത്തെ സൈഡിലാണ്, ഞാൻ കാണിച്ചു തരാം. അതായത് ഒരു ആൻറ്റിനയാണ്. വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു ആൻറ്റിന വെച്ചിരിക്കുന്നത്. അത് ബോണറ്റിന് സൈഡിലായിട്ടാണ് ആൻറ്റിന കൊടുത്തിരിക്കുന്നത്. വളരെ സ്റ്റൈലിഷ് ആയിട്ട് തോന്നി അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ. വിട്ട് കൂടിയെന്ന് വെച്ചാൽ ഥാറിൻ്റെ ബാക്ക് വ്യൂ വളരെയധികം പരിചിതമായി തോന്നും. നമ്മൾ കണ്ട് ശീലിച്ച ഥാറിൻ്റെ ഏതാണ്ട് അതേ രൂപം തന്നെയാണ് ഈ ഒരു ഥാറിൻ്റെയും ബാക്കിനുള്ളത്. സോ പിന്നെ ഇതിൻ്റെ അട്രാക്ഷനായിട്ട് പറയാവുന്ന ഈ ഒരു LED എലമെൻറ്റുകളോടുകൂടിയ ടെയിൽ ലാമ്പുകളാണ്. ഇത് വളരെ ബ്യൂട്ടിഫുള്ളി ഡിസൈൻഡ് ആണെന്ന് തോന്നി. അതുപോലെ തന്നെ ഈ ഒരു ബൂട്ട് ആക്സസ് ചെയ്യുന്നത് ഇങ്ങനെ വളരെ എളുപ്പത്തിൽ തുറന്നുകൊണ്ടാണ്. ഇതൊരു ഹാർഡ് ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്ലാസ് ഏരിയ കൂടി തുറന്നിട്ട് വേണം നമുക്ക് ബൂട്ട് ഫുൾ ആക്സസ് ചെയ്യാനായിട്ട്. അപ്പോൾ വളരെ ചെറിയൊരു ബൂട്ട് സ്പേസേ ഉള്ളൂ ഈ വാഹനത്തിനെന്ന് പറയാം. അത്ര പ്രാക്ടിക്കലാണെന്ന് പറഞ്ഞുകൂടാ. സോ അത്രയൊക്കെയാണ് ഇതിൻ്റെ ബാക്ക് വ്യൂ ഉള്ളത്. ഇനി നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി കാണിക്കാനുണ്ട്. അതിലൊന്നാമത്തെ കാര്യം ഈ കാണുന്ന ഫ്യൂവൽ ലിഡ് ഉണ്ടല്ലോ. ഈ ഫ്യൂവൽ ലിഡിനെ എന്തുകൊണ്ടോ അകത്തുനിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അകത്തുനിന്ന് ഓപ്പൺ ചെയ്യാവുന്ന ഒരു സൗകര്യം കൊടുത്തിട്ടില്ല. ഇത് കീ കൊണ്ട് ഇവിടെ മാനുവലായിട്ട് തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യേണ്ടത്. അത് ഒരുപക്ഷെ ഈ വാഹനത്തിൻ്റെ മാച്ച് ഓഫ് ഫീൽ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആയിരിക്കാം അങ്ങനെ ചെയ്തത്. എന്തായാലും അറിയില്ല. ഒരു കൺവീനിയൻസിന് ഒരു കോട്ടം തട്ടുന്നുണ്ടെന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. കാരണം ഓരോ പമ്പിൽ ചെന്നിട്ടും ഇതുപോലെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് കീ എടുത്ത് തുറന്ന് ഡീസൽ അടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാലും ഈ ഒരു ഥാർ ഓണേഴ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വികാരം കണക്കിലെടുത്തുകൊണ്ട് അതിനെ നമുക്ക് മാപ്പ് നൽകാം. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു ആൻറ്റിനയുടെ പോർഷനിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആൻറ്റിന. വളരെ സ്റ്റൈലിഷ് ആയിട്ട് ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയാം. കാരണം ഒരു ആകെ വാഹനത്തിൻ്റെ പേഴ്സണാലിറ്റിയോട് ഒത്തുപോകും വിധമാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് MHawk 130 എന്നുള്ള ബാഡ്ജിങ് കാണാം. കാരണം നമ്മളിപ്പോൾ ഇന്നുള്ളത് MHawk സീരീസിൽ പെടുന്ന ഡീസൽ എഞ്ചിനുള്ള ഥാറാണ്. അതുകൊണ്ടാണ് ആ ഒരു ബാഡ്ജിങ്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയേണ്ടത്, ഈ ഒരു ഡോറിൻ്റെ ലാച്ച് ഉണ്ടോ, ഇതൊരു എക്സ്പോസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു റെട്രോ ഫീൽ കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു എക്സ്പോസ്ഡ് ആയ രീതിയിൽ ലാച്ച് കൊടുത്തേക്കുന്നത്. സോ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പുറത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് അകത്ത് എന്താണുള്ളതെന്ന് നോക്കാം. പുതിയ ഥാറിൻ്റെ ഉൾഭാഗത്താണ് ഏറ്റവും അധികം മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയാം. പഴയ ഥാറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഹെൽ ആൻഡ് ഹെവൻ ഡിഫറൻസ് ഉണ്ട്. ഈ പുതിയ ഥാർ കുറേ കൂടി സിവിലൈസ്ഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറേ കൂടി ഒരു അർബൻ SUV എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്ക് സാധാരണ ഒരു ദിവസം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമായി വരുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഈ വാഹനത്തിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മഹീന്ദ്ര. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഒരു വലിയ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. ഇതൊരു 7 ഇഞ്ച് യൂണിറ്റാണ്. അതുപോലെ തന്നെ അതിൻ്റെ ബട്ടൺസും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ് ഉണ്ട്. അതുപോലെ തന്നെ ടെലിഫോണിയുടെ കൺട്രോൾസ് ഉണ്ട്. അതുപോലെ തന്നെ ക്രൂസ് കൺട്രോൾ വരെയുണ്ട്. ക്യാൻ യു ബിലീവ് ദാറ്റ്? ഇതൊക്കെ ഒരു ഥാറിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഐ എം ഇംപ്രസ്ഡ്. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ പറയേണ്ടത് ഇതിൻ്റെ ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റിയും മറ്റുമാണ്. വളരെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിന് മഹീന്ദ്ര. അതുപോലെ തന്നെ ഓൾ ബ്ലാക്ക് ആണ് ക്യാബിൻ. അതെന്തായാലും വലിയൊരു ആശ്വാസമായിട്ട് തോന്നി. ബേജ് കൊണ്ടുവരായിരുന്നത് വലിയൊരു ആശ്വാസമായിട്ട് തോന്നി. വളരെ ഒരു പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ളൊരു ഡാഷ്ബോർഡും കാര്യങ്ങളുമാണ് ഈ വാഹനത്തിനുള്ളത്. പിന്നെ ഈ ഒരു ഡാഷ്ബോർഡിൽ തന്നെ ഒരു CF അല്ലെങ്കിൽ കാർബൺ ഫൈബറിൻ്റെ പോലത്തെ ഒരു ഫിനിഷുണ്ട്. അതുപോലെ ഗ്ലോസ് ബ്ലാക്കിൻ്റെ ഫിനിഷുണ്ട്. അങ്ങനെ ഒത്തിരി അധികം ഫിനിഷുകൾ അല്ലെങ്കിൽ അതുപോലെ ക്രോം ഇൻസേർട്ടുകളുണ്ട്. അങ്ങനെ ഒത്തിരി അധികം ഫിനിഷുകൾ കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട് ഈ ഒരു ക്യാബിനും അതുപോലെ ഡാഷ്ബോർഡും ഒക്കെ. AC മാനുവൽ AC ആണ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ അല്ല ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഹാർഡ് ടോപ്പിൻ്റെ ഒരു ഫിറ്റും ഫിനിഷും ആണെങ്കിലും വളരെ ഒരു സോളിഡ് ആയിട്ട് തോന്നുന്നുണ്ട്. സ്റ്റിയറിംഗ് ആണെങ്കിൽ തന്നെ മൾട്ടി ഫംഗ്ഷണൽ സ്റ്റിയറിംഗ് ആണ്. ഇതൊരു കാറിൻ്റെ പോലത്തെ സ്റ്റിയറിംഗ് ആണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം മോർ ഓഫ് എ കാർ ആണ് ഈ ഒരു സ്റ്റിയറിംഗ് എന്ന് തോന്നി. കാരണം അത്രയ്ക്ക് ഒരു എന്താ പറയുക, ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഹാൻഡി ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് ആണ്. അതിലൊരു ചെറിയ ബോൾസ്റ്ററിംഗ് ഒക്കെ ഉണ്ട്. എന്തായാലും വളരെ സ്വീറ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലും അതിൻ്റെ പൊസിഷനും ഒക്കെയാണ്. ഇതൊരു ടിൽറ്റ് അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് ആണ്. എന്നാൽ റീച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ, അതായത് ഇങ്ങനെ റീച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല.
പക്ഷേ റേക്ക് അഡ്ജസ്റ്റ് അതായത് ടിൽറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റാണ് ഉള്ളത്. വളരെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റാണ്, ബ്രോഡായിട്ടുള്ള സീറ്റാണ്, അല്ലാതെ എന്താ പറയുക വളരെ നമ്മൾ അള്ളിപ്പിടിക്കുന്ന തരത്തിലൊന്നും അല്ല, എന്നാലും ബ്രോഡായിട്ടുള്ള ഡീസൻ്റ് ആയിട്ടുള്ള സീറ്റാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിലും വളരെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു യൂണിറ്റ് തന്നെയാണത്. അതിൻ്റെ അകത്ത് വളരെയധികം ഫീച്ചേഴ്സ് കമ്പനി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ഇതാണ് അഡ്വഞ്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിൽ 2 മോഡുകളുണ്ട്, ഓൺ റോഡും ഉണ്ട്, ഓഫ് റോഡും ഉണ്ട്. അതായത് ഓൺ റോഡ് മോഡാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് നമ്മൾ എഞ്ചിൻ്റെ എത്ര ശതമാനം പവർ ഉപയോഗിക്കുന്നു, അതുപോലെ എത്ര ശതമാനം ടോർക്ക് ഉപയോഗിക്കുന്നു, അതുപോലെ നമ്മുടെ ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ആവറേജ് സ്പീഡല്ല കറണ്ട് സ്പീഡ്, അതുപോലെ ഒരു കോമ്പസ്, അതുപോലെ തന്നെ ഒരു ജി ഫോഴ്സ് മോണിറ്ററും, അങ്ങനെ ഒത്തിരി അധികം വിവരങ്ങൾ ഈ ഒരു ഡിസ്പ്ലേയിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ ഓഫ് റോഡ് മോഡാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ വീലിൻ്റെ ഇപ്പോൾ 4 വീൽ ഡ്രൈവ് ആണോ അതോ റിയർ വീൽ ഡ്രൈവ് ആണോ എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ചരിവ് എത്ര ഡിഗ്രി ചരിഞ്ഞിട്ടാണ് വാഹനമുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഓഫ് റോഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ അറിയാൻ സാധിക്കും. ഇനി അത് കൂടാതെ ഇത് രണ്ടും ചേർത്ത് കസ്റ്റമൈസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടിയുണ്ട്. എനിവേസ് അത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റിൻ്റെ പ്രധാന കാര്യങ്ങളായിട്ട് പറയാനുള്ളത്. പിന്നെ ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാ കണക്ടിവിറ്റി സംവിധാനങ്ങളും ഉണ്ട്, നാവിഗേഷൻ ഉണ്ട്, പിന്നെ നമ്മുടെ ഫോൺ പെയർ ചെയ്യാം, അതായത് ബ്ലൂടൂത്ത് വഴി ഫോൺ പെയർ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു ടച്ച് സ്ക്രീൻ തന്നെയാണ്, അല്ലാതെ ഈ എന്താ പറയുക ഇന്ന് ഞെക്കിയാൽ നാളെ വരുന്ന തരം ടച്ച് സ്ക്രീനൊന്നുമല്ല. വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഇൻ്റർഫേസ് ആണെന്ന് പറയാം. സോ ഇനി നമുക്ക് ഇതിൻ്റെ ഗിയർ ഇരിക്കുന്ന ഭാഗത്തേക്ക് വരാം. അതാണ് ഇവിടെയാണ് നമ്മുടെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു എന്താ പറയുക നമ്മുടെ വികാരമായിട്ടുള്ളൊരു കാഴ്ച ഇവിടെയാണുള്ളത്. അതായത് വലിയ ഗിയറും കൊച്ചു ഗിയറും. അതായത് വലിയ ഗിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ ഗിയർ ഷിഫ്റ്റും, ചെറിയ ഗിയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചെറിയ ലിവർ എന്ന് പറയുന്നത് ഇതിൻ്റെ 4 വീൽ ഡ്രൈവ്, ഇതിൽ ലോ റേഷ്യോ 4 വീൽ ഡ്രൈവ് സിസ്റ്റം ഉണ്ട്, അതിൻ്റെ ലിവറാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ 2H 2 ഹൈ 4 ഹൈ ന്യൂട്രൽ 4 ലോ ഇങ്ങനെ 4 മോഡുകളുണ്ട് അതിന്. അതുപോലെ തന്നെ ഇത് ഏത് കുഴി കൊണ്ടിട്ടാലും കയറി പോകും എന്നാണ് ഇതിനെക്കുറിച്ച് ബേസിക്കായിട്ട് പറയാവുന്ന കാര്യം. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു ഈ ഒരു 4 വീൽ ഡ്രൈവ് സിസ്റ്റം. സോ അതിൻ്റെ നിയന്ത്രണങ്ങളാണ് ഇതിനുള്ളത്. അതുപോലെ ഇതൊരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ വാഹനത്തിനുള്ളത്. പുതിയ മഹീന്ദ്ര ഥാർ വന്നപ്പോൾ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും വന്നിരിക്കുന്നത്. പഴയതിൽ അത് 5 സ്പീഡ് ആയിരുന്നു. എനിവേസ് അത്രയൊക്കെയാണ് ഇതിനുള്ളത്. പിന്നെ വേറൊരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 6 സീറ്റർ അല്ല മഹീന്ദ്ര താർ, പകരം ഒരു 4 സീറ്ററാണ്. അതായത് പിന്നിലെ ജംപ് സീറ്റുകൾ മാറ്റി ഫോർവേഡ് ഫേസിങ് സീറ്റുകൾ വന്നു എന്നുള്ളതാണ് ഈ ഒരു ജനറേഷനിൽ വന്നപ്പോൾ വന്ന മറ്റൊരു പ്രധാന മാറ്റം. അപ്പോൾ നാച്ചുറലി ഇതൊരു 2 ഡോർ വാഹനമാണല്ലോ, അപ്പോൾ തന്നെ പുറയിലോട്ട് കയറാൻ എങ്ങനെയുണ്ടാകും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൗകര്യപ്രദമാണോ പുറയിലേക്കുള്ള കയറൽ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടാകും. എന്തായാലും നമ്മളൊരു ഇപ്പം തന്നെ നമുക്കത് തീർത്തേക്കാം, വെച്ചോണ്ടിരിക്കേണ്ട. അപ്പോൾ ഒരു 2 ഡോർ വാഹനമായതുകൊണ്ട് തന്നെ മുൻപിലത്തെ സീറ്റ് മറിച്ചിട്ടാണ് നമ്മൾ പുറകിലേക്ക് കയറുന്നത്. എന്തായാലും ഡ്രൈവർ സൈഡിൽ നിന്ന് കയറുമ്പോൾ കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പാസഞ്ചർ സൈഡിൽ നിന്ന് കയറാമെന്ന് വെച്ചത്. സോ ഇവിടെ കാണുന്ന ഈ സാധനം വെച്ചിട്ട് സീറ്റ് ഇങ്ങനെ മുമ്പിലേക്ക് ആക്കുക, എന്നിട്ട് യെസ്. സോ ഇത് ഇരുന്ന് കഴിഞ്ഞു. ഇനി ഇതാ സീറ്റ് പതിയെ യെസ് ഡൺ. പക്ഷേ ഇപ്പോഴും പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ലെഗ് റൂമും ഹെഡ് റൂമും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ ഡീസൻ്റ് ആയിട്ടുള്ള ഹെഡ് റൂം ഉണ്ട്, അതുപോലെ തന്നെ ലെഗ് റൂമും ഉണ്ട്. സോ 4 പേർക്ക് ഇരിക്കാമെന്ന് പറഞ്ഞാൽ 4 പേർക്ക് ഇരിക്കാം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ 2 കുട്ടികൾക്ക് മാത്രം ഇരിക്കാമെന്നൊന്നും പറഞ്ഞ് രക്ഷപ്പെടാനില്ല മഹീന്ദ്ര. അക്കാര്യത്തിൽ മഹീന്ദ്രയ്ക്ക് ഒരു തംസ് അപ്പ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇരിക്കുന്നതിൻ്റെ തൊട്ട് തന്നെ ഇതിൻ്റെ വീൽ വെൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റൈഡിങ്ങിൻ്റെ സമയത്ത്, അതായത് ഇപ്പോൾ നമ്മൾ കുറച്ച് റഫ് റോഡ്സിൽ കൂടി പോകുന്ന സമയത്ത് ഇതിൻ്റെ വീൽ വന്ന് ഇടിക്കുന്ന ഒരു ഫീലിംഗ് ഇവിടെ ഉണ്ടാവും എന്നുള്ളൊരു സംശയമുണ്ട്. എന്തായാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു റിവ്യൂ അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് റിവ്യൂ ചെയ്യുമ്പോൾ നമ്മളത് തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യുന്നതാണ്. എനിവേസ് അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഈ ഒരു സീറ്റ് ഡീസൻ്റ് ആയിട്ടുള്ള സീറ്റാണ്, പക്ഷേ ഇതിന് തൈ സപ്പോർട്ട് കുറവാണ്. അതുകൊണ്ട് തന്നെ കാല് കുറച്ച് പൊക്കി വെച്ചിരിക്കുന്ന ഒരു ഫീലിംഗ് വന്നേക്കാം. തൈ സപ്പോർട്ട് കുറവാണെന്നുള്ളത് പറയേണ്ടതുണ്ട്. ഓക്കെ, ഇനി കാണേണ്ടത് ഈ കാണുന്ന ഒരു പ്രാക്ടിക്കാലിറ്റി അഡീഷനാണ്. ഇതൊരു ഹുക്കാണ്. ഇതിൽ 3 കിലോ വരെ ഭാരം തൂക്കാനാവും. അതുപോലെ തന്നെ പിന്നെ പറയേണ്ടത് ഈ ഒരു ബാക്ക് സീറ്റിൽ നിന്ന് തന്നെ ഫ്രണ്ട് സീറ്റ് ആക്സസ് ചെയ്ത് തുറന്ന് പുറത്തിറങ്ങാം എന്നുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് ഈ ഒരു ഥാറിൻ്റെ
യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുമ്പോൾ, അതായത് ചെളിയിലും കുന്നിലും മലയിലും ഒക്കെ കയറി നല്ല രീതിയിൽ അഴുക്കായി നല്ല രീതിയിൽ പൂണ്ട് വിളയാടി കഴിയുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങൾ. അതായത് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം അടക്കം, അതുപോലെ ഇതിൻ്റെ സ്പീക്കറുകളടക്കം, ഇത് റൂഫിലാണ് ഇതിൻ്റെ സ്പീക്കറുകൾ വരുന്നത്, റൂഫിലാണ് റോൾ കേജിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്പീക്കറുകളടക്കം ഉള്ള കാര്യങ്ങൾ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചെളിയൊക്കെ ആകുകയാണെങ്കിൽ തന്നെ കഴുകി കളയാം, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കഴുകാം എന്നുള്ളൊരു ഗുണം ഇതിന് ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ള, ഈ ഒരു ഹാർഡ് ടോപ്പ് ഇത് വേണമെങ്കിൽ നമുക്ക് അൺസ്ക്രൂ ചെയ്ത് അൺബോൾട്ട് ചെയ്ത് ഇളക്കി മാറ്റാം. പക്ഷേ അങ്ങനെ ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്താൽ ഇതിൻ്റെ ഇൻസുലേഷനും കാര്യങ്ങളും ഫാക്ടറി ഫിറ്റഡ് ആയിട്ടുള്ള അത്രയും ലെവലിലേക്ക് വരില്ല എന്നാണ് മഹീന്ദ്ര പറയുന്നത്. അതുകൊണ്ട് തന്നെ മഹീന്ദ്ര അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ എന്നാലും വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം റിസ്കിൽ ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ. വാട്ടർ പ്രൂഫിങ് മാത്രമല്ല, ഇപ്പോൾ ഓഫ് റോഡ് ചെയ്യുമ്പോൾ സഹായകമാകുന്ന മറ്റനേകം ഫീച്ചറുകളും ഈ വാഹനത്തിലുണ്ട്. അതിലൊന്നായി പറയാവുന്നത് ഈ കാണുന്ന ഗ്രാബ് ഹാൻഡിലാണ്. ഇത് കോ ഡ്രൈവർക്ക് സുഖമായി പിടിച്ച് സേഫായിട്ടിരിക്കാൻ പറ്റുന്ന തരം ഗ്രാബ് ഹാൻഡിലാണുള്ളത്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ വാഹനത്തിലെ ഥാർ എന്നുള്ള ബാഡ്ജിങ്ങളുടെ എണ്ണമാണ്. ഏതാണ്ട് 11 ഇടങ്ങളിലാണ് ഈ വാഹനത്തിൽ ഥാർ എന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെ വളരെ നീറ്റായി ബ്രാൻഡ് ചെയ്ത, അല്ലെങ്കിൽ വളരെ കാര്യമായി ബ്രാൻഡ് ചെയ്ത ഒരു വാഹനം തന്നെയാണ് ഥാർ എന്ന് പറയാം. ഥാറിനെ പ്രണയിക്കുന്നവരുടെ ഹൃദയമിടിപ്പ് കൂട്ടുന്ന ഒരു പറ്റം കാര്യങ്ങൾ ഈ വാഹനത്തിലുണ്ട്. അതിൽ 2 കാര്യങ്ങൾ കാണിച്ചു തരാം. ഒന്നാമത്തേത് ഈ സിൽ പ്ലേറ്റ് ആണ്. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ വിത്ത് പ്രൈഡ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലിമിറ്റഡ്, മോഡൽ ഥാർ, സീരിയൽ നമ്പർ. വളരെ ഒരു എന്താ പറയുക, നമുക്കൊക്കെ കാണുമ്പോൾ രോമാഞ്ചം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു സിൽ പ്ലേറ്റ് ആണത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ആ ഗ്ലാസ്സിൽ കാണുന്ന ഒരു ഈസ്റ്റർ എഗ് പോലത്തെ സംഭവമാണ്. അതായത് ഒരു മരുഭൂമി, 2 ഒട്ടകങ്ങൾ, പിന്നെ ഈ വണ്ടി, അതായത് ഥാർ മരുഭൂമി എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ അതും ഈ പറയുന്ന പോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു രോമാഞ്ചിഫിക്കേഷൻ വരുന്ന ഒരു കാര്യങ്ങളിലൊന്നാണെന്ന് പറയാം. സോ അങ്ങനെ വളരെ എന്താ പറയുക, ക്ലെവറായിട്ട് ബ്രാൻഡ് ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ് ഥാർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പുതിയ സെക്കൻഡ് ജനറേഷൻ ഥാർ ഓടിച്ചു നോക്കുകയാണ്. 2 എഞ്ചിൻ ഓപ്ഷനുകളാണ് മഹീന്ദ്ര ഥാറിന് കമ്പനി നൽകിയിരിക്കുന്നത്. ഒരു 2 ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിൻ, അതായത് എം സ്റ്റാലിയൻ സീരീസിൽ പെടുന്ന 2 ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനും, അതുപോലെ തന്നെ എം ഹോക്ക് സീരീസിൽ പെടുന്ന 2.2 ലിറ്റർ ഡീസൽ എഞ്ചിനുമാണത്. ഈ എം ഹോക്ക് എഞ്ചിനുള്ള, അതായത് ഡീസൽ എഞ്ചിനുള്ള വാഹനമാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2 എഞ്ചിൻ ഓപ്ഷനുകൾക്കും 6 സ്പീഡ് മാനുവലും 6 സ്പീഡ് ഓട്ടോമാറ്റിക്കും ഗിയർ ബോക്സുകളുണ്ട്. അതിൽ 6 സ്പീഡ് മാനുവലാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. പിന്നെ ഈ വാഹനത്തിൻ്റെ പ്രത്യേകതയായി പറയാവുന്ന, ഇതിനൊരു ലോ റേഞ്ച് ട്രാൻസ്ഫർ കേസും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ 4 വീൽ ഡ്രൈവ് വളരെ കാര്യക്ഷമമാണെന്ന് പറയാം. ഒരുമാതിരിപ്പെട്ട എല്ലാ ഓഫ് റോഡ് സാഹചര്യങ്ങളിലും ഈ വാഹനം വളരെ അനായാസമായി കയറിപ്പോകും. എനിവേസ്, നമുക്ക് എഞ്ചിനിലേക്ക് തിരിച്ചു വരാം. ഇതൊരു 130 HP ഉള്ള 130 HPയും 300 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമുള്ള ഒരു എഞ്ചിനാണ്. ഇതിൻ്റെ ഒരു പെർഫോമൻസ് പറയുമ്പോൾ ആദ്യം ഒരു പ്രകടമായ ടർബോ ലാഗ് ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ടർബോ ഒന്ന് സ്പൂളപ്പ് ആയി കഴിഞ്ഞാൽ അതിഗംഭീരമായ ഒരു മിഡ് റേഞ്ച് ഈ വാഹനത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു 2000 RPM എവിടെയാണ് ടർബോ സ്പൂളപ്പ് ആകുന്നത്. അവിടെ നിന്ന് വളരെ ശക്തിയായിട്ടുള്ളൊരു മിഡ് റേഞ്ച് ഉണ്ട്. നമുക്കൊരു 3000-3500 RPM വരെയൊക്കെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു പവർ ഡെലിവറി ഉണ്ട്. പക്ഷേ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു വാഹനത്തിൽ ഡീസൽ എഞ്ചിനായിട്ട് കൂടിയും ഇതിൻ്റെ നോയ്സോ വൈബ്രേഷനോ ഒന്നും ക്യാബിനിലേക്ക് എത്തുന്നില്ല. നോയ്സാണ് പ്രധാനമായിട്ടും പറയേണ്ടത്. കാരണം ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ശബ്ദമുണ്ടാകും എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. എന്നാൽ ഇതിൻ്റെ ഡീസൽ എഞ്ചിൻ്റെ സൗണ്ട് ഒന്നും ക്യാബിനിലേക്ക് എത്താത്ത വിധമാണ് ഇതിൻ്റെ ഒരു ക്യാബിൻ ഇൻസുലേഷൻ വന്നിരിക്കുന്നത്. ഈ ഹാർഡ് ടോപ്പിലാണ് ഏറ്റവും കറക്റ്റായിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കുക. ഈ ഒരു ഹാർഡ് ടോപ്പിന് വളരെ ഗംഭീരമായ ഒരു ഇൻസുലേഷൻ ഉള്ളത് കാരണം ഇതിൻ്റെ എഞ്ചിൻ്റെ നോയ്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെ ഒരു ബട്ടർ സ്മൂത്ത് എന്ന് പറയാവുന്ന അത്രയും സ്മൂത്ത് ആയിട്ടുള്ള ഒരു എഞ്ചിനാണിത്. NVH ലെവൽസിൻ്റെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. അതായത് ഈ ഒരു ഹാർഡ് ടോപ്പ് ആണെങ്കിൽ കൂടിയും വളരെ ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ഫിറ്റ് ആയിട്ടുള്ള ഹാർഡ് ടോപ്പാണിത്. അല്ലാതെ റാറ്റ്ലിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ യാതൊരുവിധ ശബ്ദ കോലാഹലങ്ങളും ഇല്ല. വളരെ സ്മൂത്തായിട്ട്, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സ്കോർപിയോയിലിരിക്കുന്ന അതേ ഒരു ഫീലാണ് ഇതിനകത്ത് ഇരിക്കുമ്പോൾ ഇതിൻ്റെ എഞ്ചിനിൽ നിന്നും അല്ലെങ്കിൽ നോയ്സ് സൈഡിൽ നിന്നൊക്കെ ലഭിക്കുന്നത്. പിന്നെ ഈ ഗിയർ ബോക്സ് നോക്കുകയാണെങ്കിൽ തന്നെ വളരെ സ്ലിക്ക് ആയിട്ടുള്ള ഷിഫ്റ്റുകളാണുള്ളത്. അതായത് ഒരു കാറിനെ ഓർമ്മിപ്പിക്കുന്ന ഷിഫ്റ്റുകൾ എന്നൊക്കെ പറയാം. അത്രയ്ക്കും സ്ലിക്ക് ആയിട്ടുള്ള, വളരെ ഒരു എന്താ പറയുക, ഒരു സുഖമുള്ള, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഷിഫ്റ്റുകളാണുള്ളത്.
പിന്നെ പറയേണ്ടത് ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ വെയിറ്റ് ആണ്. അത് അത്യാവശ്യം ഹെവി സ്റ്റിയറിംഗ് ആണ്. അതിപ്പോൾ പക്ഷേ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ പഴയ ഥാർ ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാം, പവർ സ്റ്റിയറിംഗ് ആണെങ്കിൽ കൂടിയും അതിൽ നല്ല രീതിയിൽ വെയിറ്റുള്ള ഒരു സ്റ്റിയറിംഗ് ആയിരുന്നു. എന്തായാലും അത്രയും വെയിറ്റ് ഇല്ല എങ്കിൽ കൂടിയും അത്യാവശ്യം വെയിറ്റുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ ഇതിനൊരു കാര്യമായ ഇമ്പ്രൂവ്മെൻറ്റ്സ് സംഭവിച്ചിരിക്കുന്ന വിഭാഗമാണ് റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് എന്നുള്ളത്. ഈ വാഹനത്തിൻ്റെ റൈഡ് പഴയ ഥാറിൽ കയറിയിട്ടുള്ളവർക്ക് അറിയാം, വളരെ റഫായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഹാർഡായിട്ടുള്ളൊരു റൈഡായിരുന്നു ആ വാഹനത്തിനുണ്ടായിരുന്നത്. എന്നാൽ പുതിയ ഥാറിലേക്ക് എത്തുമ്പോൾ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇതിൻ്റെ സസ്പെൻഷനിലും മറ്റും. ഇത് മോർ ഓഫ് എ കാർ ലൈക്ക് റൈഡ് എന്നൊക്കെ പറയാം. അപ്പം അങ്ങനെ ഒരു കാറിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു റൈഡാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് മുൻ സീറ്റുകളെ കുറിച്ചാണ്, അല്ലാതെ പിന്നിലേക്ക് നമുക്ക് വരാം. ഈ എൻജിൻ്റെ വേറൊരു കാര്യം ഞാൻ പറയാൻ പറ്റുമോ വെച്ചാൽ, ഈ എൻജിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഞാൻ ഇന്ന് ഒരു 120 km/h വരെയൊക്കെ കയറുകയുണ്ടായി. എന്നാലും കാര്യമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു ചാഞ്ചാട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ചാട്ടോ ഒന്നുമില്ലാതെ വളരെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലാനഡ് ആയിട്ടുള്ള ഒരു റൈഡാണ് ലഭിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഡീസൽ എഞ്ചിൻ്റെ വെയിറ്റ് കൂടിക്കൊണ്ട്, ഈ വണ്ടിയുടെ വെയിറ്റ് കൂടിക്കൊണ്ടായിരിക്കണം അത്രയും ഒരു കോൺഫിഡൻസ് നമുക്ക് തോന്നുന്നത്. പഴയ ഥാറിനുണ്ടായിരുന്നത് പിന്നിൽ ലീഫ് സ്പ്രിങ്ങും മുമ്പിൽ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനും ആയിരുന്നു. എന്നാൽ പുതിയ ഥാറിൽ വരുമ്പോൾ ഈ ലീഫ് സ്പ്രിങ് മാറി മൾട്ടിലിങ്ക് കോയിൽ സ്പ്രിങ്ങുകളോടിയ മൾട്ടിലിങ്ക് സസ്പെൻഷനാണ് ഈ വാഹനത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് കാര്യമായ രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. പഴയ ഥാർ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കുഷ്യനിയായ അല്ലെങ്കിൽ കുഷിയായ റൈഡാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി പോഷായിട്ടുള്ള റൈഡാണ് ഈ വാഹനത്തിൽ നിന്ന് കിട്ടുന്നത്. അല്ലാതെ ഒട്ടും ഒരു എന്താ പറയുക ഒരു ബാർബേറിയൻ എന്ന് വിളിക്കാവുന്ന ഒരു റൈഡല്ല ഇതിനുള്ളത്. വളരെ കുറേ കൂടി സിവിലൈസ്ഡ് ആയിട്ടുണ്ടെന്ന് പറയാം. വണ്ടി ആകെ മൊത്തത്തിൽ സിവിലൈസ്ഡ് ആയിട്ടുണ്ടെന്ന് പറയാം. ഇപ്പോൾ ഹാൻഡ്ലിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ സ്റ്റിയറിങ്ങിൻ്റെ ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് ആണെങ്കിലും അല്ലെങ്കിൽ എഞ്ചിൻ്റെ റിഫൈൻമെൻറ്റ് ആണെങ്കിലും എന്ത് കാര്യം എടുത്ത് നോക്കിയാലും നല്ല രീതിയിൽ തന്നെ സിവിലൈസ്ഡ് ആയിട്ടുണ്ട് പുതിയ ഥാർ എന്ന് പറയാം. പിന്നെ ഇതിന് ഫീച്ചറുകളുടെ കാര്യത്തിലും ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല മഹീന്ദ്ര. അതായത് ക്രൂസ് കൺട്രോളും ഹിൽ ഹോൾഡ് അസിസ്റ്റും ട്രാക്ഷൻ കൺട്രോളും പോലുള്ള കാര്യങ്ങൾ വരെ പുതിയ ഥാറിലുണ്ട്. ക്യാൻ യു ഇമാജിൻ ദാറ്റ്? വെൽ, ഐ കാൺട്ട്. അതായത് ഞാൻ ഒരിക്കലും ഒരു ഥാറിൽ വരുമെന്ന് വിചാരിച്ച കാര്യങ്ങളല്ല ഈ പറയുന്ന ക്രൂസ് കൺട്രോളോ അല്ലെങ്കിൽ ഒരു ഹിൽ ഹോൾഡ് അസിസ്റ്റോ അല്ലെങ്കിൽ എന്താ പറയുക ഈവൻ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ പോലും ഒരു ഥാറിൽ ഞാൻ പ്രതീക്ഷിച്ച കാര്യങ്ങളല്ല. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വാഹനം ഭയങ്കരമായിട്ട് സിവിലൈസ്ഡ് ആയിട്ടുണ്ടെന്ന് പറയാം. ഒരുപക്ഷെ നമ്മളെ അമ്മമാരൊക്കെ പറയുന്ന പോലെ, നമ്മൾ മുടി വെട്ടിക്കഴിഞ്ഞാൽ വരുമ്പോൾ അമ്മ പറയുന്ന പോലെ ഇപ്പോഴാണ് ഇതിൻ്റെ മനുഷ്യക്കോലം വെച്ചതെന്ന് പറയാം. ഇനി സേഫ്റ്റിയുടെ കാര്യം നോക്കിയാൽ സേഫ്റ്റിയിലും കാര്യമായ മെച്ചപ്പെടുത്തലുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിലെ ഡ്യുവൽ എയർ ബാഗും ABS EBD അടക്കമുള്ള സാങ്കേതിക വിദ്യകളെല്ലാം കമ്പനി ഇതിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളും ഉണ്ട്. സോ ഇത്രയൊക്കെയാണ് ഥാറിൻ്റെ ഫസ്റ്റ് ഡ്രൈവ് ഇംപ്രഷൻസ്. പിന്നെ എനിക്ക് തോന്നുന്നു പിൻസീറ്റിലെ യാത്രയാണ് ഈ വാഹനത്തിൻ്റെ ഒരു പ്രധാന പോരായ്മയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം പഴയതിനെ വെച്ച് നോക്കിയാൽ ഫാർ ബെറ്ററാണ്. പക്ഷേ എന്നാലും ഒരു ഡെയിലി ഡ്രൈവർ എന്ന രീതിയിൽ എടുക്കാവുന്ന ഒരു വാഹനമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ആണെന്ന്. എനിവേസ് പുറയിലത്തെ റൈഡ് മെച്ചപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നില്ല, മെച്ചപ്പെട്ടിട്ടുണ്ട്, നല്ലതായിട്ട് തന്നെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല കുഷ്യനി റൈഡാണ് ബാക്കിലും ലഭിക്കുന്നത്. പിന്നെ ഈ ഒരു സസ്പെൻഷൻ്റെയും ഷാസിയുടെയും ഒക്കെ പ്രത്യേകതകൾ കൊണ്ടായിരിക്കാം ഇതൊരു ലാഡർ ഓൺ ഫ്രെയിം ഷാസിയാണ്. പക്ഷേ പഴയ വാഹനത്തിൻ്റെ ഷാസിയിൽ നിന്നും കാര്യമായ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ വാഹനത്തിനൊരു വോബ്ലിംഗ് മോഷൻ ഇടയ്ക്ക് ശ്രദ്ധയപ്പെടും. അത് പ്രത്യേകിച്ച് നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ ഒന്ന് കുത്തി നിൽക്കുന്ന ഒരു ഫീലിംഗ് അത് പഴയ ധാരണ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ വാഹനത്തിനെ ഇഷ്ടപ്പെടുന്നൊരു ഫീലിംഗ് തന്നെ ആവണം. അപ്പോൾ അത് ഒട്ടും പോരായ്മയായിട്ട് പറയാൻ പറ്റില്ല. എങ്കിൽ കൂടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി പറയേണ്ടത് ഇതിൻ്റെ മൈലേജിൻ്റെ കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും നമ്മൾ നോക്കുന്ന കാര്യങ്ങളൊന്നും ഇതിൻ്റെ മൈലേജിൻ്റെ ആയിരിക്കും. എന്തായാലും ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ കാണിക്കുന്നത് ഇപ്പോൾ 28.1 km/L ആണ്. പക്ഷേ അത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത് എന്തെങ്കിലും എറർ ആവാനാണ് ചാൻസ്. എനിക്ക് തോന്നുന്നില്ല 28 km അല്ലെങ്കിൽ 30 km. കാരണം ഇന്ന് രാവിലെ 30 km ഒക്കെ കാണിച്ചായിരുന്നു. പക്ഷേ അങ്ങനെ അത്രയും കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിൽ കൂടിയും എനിക്ക് തോന്നുന്നു ഒരു 18 to 20 km ഇടയ്ക്ക് ഇതിന് മൈലേജ് കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് ഒരു ഫസ്റ്റ് ഇംപ്രഷനായിട്ട് തോന്നുന്നത്. പക്ഷേ ഞാൻ ഇതിൻ്റെ മൈലേജ് ടെസ്റ്റ് ചെയ്തിട്ടില്ല. അത് ടെസ്റ്റ് ചെയ്യാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്തിട്ട് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എന്തായാലും ഇപ്പോൾ പറയാവുന്നത് ഈ ഇൻഡിക്കേറ്റഡ് മൈലേജിനെ വിശ്വസിക്കുക എന്നത് മാത്രമാണ്. അതൊരു 28 km കാണിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഞാൻ പറയുന്നു ഒരു 18 to 20 km കിട്ടുമായിരിക്കണം. ഇനി ഇതിൻ്റെ ബ്രേക്കിങ്ങിന് നോക്കുകയാണെങ്കിൽ വളരെ
കോൺഫിഡൻസ് തരുന്ന അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ വേഗതകളെ പിടിച്ച് കെട്ടാവുന്ന ഒരു ബ്രേക്കിംഗ് സംവിധാനം തന്നെയാണ് ഇതിനുള്ളതെന്ന് പറയാം. കാരണം ഇപ്പോൾ 100 കിലോമീറ്റർ വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടിയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കോൺഫിഡൻസോടുകൂടി നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതിന് മുന്നിൽ ഡിസ്കും പിന്നിൽ ഡ്രമ്മും ആണുള്ളത്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ള, ഈ ഒരു ബ്രേക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്ന് കുത്തി നിൽക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാകുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈ ഷാസിയുടെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു. ഇനിയുള്ളതിൻ്റെ വിലയാണ്. വില ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ സ്ക്രീനിൻ്റെ താഴെയായിട്ടും കൊടുക്കാം. സോ ഇത്രയൊക്കെയാണ് ബേസിക്കലി ഥാറിൻ്റെ ഫസ്റ്റ് ഡ്രൈവ് ഇംപ്രഷൻസ്. എന്നാൽ നമ്മളിത് ഓഫ് റോഡ് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടോ വണ്ടിയുടെ അവൈലബിലിറ്റി ഇഷ്യൂസാണ് പ്രധാനമായും. അതുകൊണ്ട് തന്നെ ഓഫ് റോഡ് കൊണ്ടുപോകാൻ സാധിച്ചില്ല. എന്തായാലും വണ്ടി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഓഫ് റോഡ് വീഡിയോയും കൂടി നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. നമ്മളിന്ന് ഓടിച്ചത് ഡീസൽ മാനുവൽ ഗിയർ ബോക്സ് ഉള്ള ഡീസൽ എൻജിനുള്ള ഹാർഡ് ടോപ്പുള്ള വേരിയൻ്റാണ്. ഇനി പെട്രോൾ എൻജിനുള്ള ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉള്ള വേരിയൻ്റ് കൂടി ഓടിക്കും എന്നാണ് പ്രതീക്ഷ. നമുക്ക് നോക്കാം. വണ്ടി കിട്ടുകയാണെങ്കിൽ തീർച്ചയായും അതുകൂടി കൊണ്ടുവരുന്നതാണ്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണുന്നവരെ ബൈ ബൈ.